അന്ധരായി ജനിച്ചിട്ടും ഉൾക്കണ്ണുകൊണ്ട് കണ്ട് ഞാൻ ഒരു ദിവസം വെറുതെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഈ പാട്ട് എൻ്റെ മനസ്സിലേക്ക് ഈശോ തന്നു. എൻ്റെ ഈശോയെ നീ വരുമ്പോഴൻ മനസ്സിനെന്താനന്ദമുണ്ട്. നമസ്കാരം. ഒരുപാട് കഴിവുകളുള്ള ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ ഒരുപാട് കഴിവുകളുള്ള ഒരാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഞാനിന്നുള്ളത് തൃശ്ശൂർ അമ്പലപുരത്ത് പോപ്പ് ജോൺ പോൾ പീസ് ഹോമിലാണ്. ഇവിടുത്തെ അന്തേവാസിയാണ് ജോസേട്ടനെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ജോസേട്ടൻ കണ്ണൂർ സ്വദേശിയാണ്. 32 വർഷത്തോളമായിട്ട് ഇവിടുത്തെ അന്തേവാസിയാണ്. 2 കണ്ണുകൾക്കും ജന്മനാ തന്നെ കാഴ്ചയില്ല. അദ്ദേഹം ധാരാളം കവിതകൾ എഴുതുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ജോസേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഒരു കവിത എഴുതിയിട്ടാണ്, ആ ഒരു കവിത തന്നെ നമുക്ക് ആദ്യം പാടാം അല്ലേ? അന്ധരായി ജനിച്ചിട്ടും ഉൾക്കണ്ണുകൊണ്ട് കണ്ട് ലോകർക്ക് പ്രത്യാശയായി തീർന്ന അനേകം മക്കൾ ഇന്ന് നമുക്കിടയിലുണ്ട്. അവർക്കായി ജോസ് കണ്ണൂർ രചനയും സംഗീതവും നിർവഹിച്ച എൻ്റെ ഈശോയെ എന്നീ ഗാനോപകാരം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഒത്തിരി സ്നേഹത്തോടെ ജോസ് കണ്ണൂർ. എൻ്റെ ഈശോയെ നീ വരുമ്പോഴൻ മനസ്സിനെന്താനന്ദമുണ്ട്. ദുഃഖിതനായി ഞാൻ തളർന്നിരിക്കുമ്പോൾ സാന്ത്വനമായി നീ വരുമല്ലോ. അന്ധനായി ഞാൻ ജനിച്ചു, ഉൾക്കണ്ണാലെ ഞാൻ കാണുന്നു. ലോകർക്കു പ്രത്യാശയായി ഞാനിന്നും ജീവിക്കുന്നു. കുഞ്ഞുനാൾ മുതൽ ഞാൻ നിന്നെ സ്വീകരിക്കാനായി എന്നുള്ളം കൊതിക്കുന്നു. ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. മലകൾ മാറിയകന്നേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം. നിന്റെ അജഞ്ചല സ്നേഹം എന്നെ പിരിയുകയില്ല. പരിഹാസവാക്കുകൾ കേട്ടാലും നിന്ദനമേറ്റുവാങ്ങിയാലും അവസാനം പ്രതിഫലമായി നീ സ്വർഗരാജ്യം തരുമല്ലോ. ആരെല്ലാം തള്ളി പറഞ്ഞാലും ആരൊക്കെ കുറ്റം വിധിച്ചാലും അവസാനം സാന്ത്വനമായി നീ നിത്യജീവൻ തരുമല്ലോ. മരണം വാതിൽക്കൽ വന്നു വിളിക്കുമ്പോൾ പോകേണ്ടവരല്ലയോ നമ്മൾ. ഈ സമ്പത്തു മുഴുവൻ ഞാൻ കൈവെടിയും സ്വർഗരാജ്യം സ്വന്തമാക്കും. എൻ്റെ ഈശോയെ നീ വരുമ്പോഴൻ മനസ്സിനെ ദാനന്ദമുണ്ട്. ദുഃഖിതനായി ഞാൻ തളർന്നിരിക്കും
വിളിക്കുമ്പോൾ സാന്ത്വനമായി നീ വരുമല്ലോ. ഇതിനാണ് ഒരുപാട് പേര് പ്രശംസയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കവിത എഴുതി കഴിഞ്ഞപ്പോൾ അല്ലേ? ആ ഇതെങ്ങനെയാണ് ഈ ഒരു കവിത എഴുതുന്ന ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? നമ്മൾ എഴുതാൻ പറ്റില്ല, അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്ത് മറ്റാരെങ്കിലും എഴുതുകയാണോ ചെയ്യാറ്? ഇത് ഞാൻ ഒരു ദിവസം വെറുതെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഈ പാട്ട് എൻ്റെ മനസ്സിലേക്ക് ഈശോ തന്നു. എൻ്റെ മനസ്സിലേക്ക് ഈശോ ഇട്ട് തന്നു ഈ പാട്ട്. അങ്ങനെ ഈ പാട്ട് ഞാൻ എഴുതാൻ പ്രേരിപ്പിച്ചു. ഈ പാട്ട് എഴുതി ആദ്യമായിട്ട് ഇവിടെ പാടിയ ആൾക്കാരൊക്കെ ഈ പാട്ട് കേട്ട് കരഞ്ഞു. പിന്നെ എല്ലാവർക്കും ഈ പാട്ട് ഇഷ്ടമായി. അതായത് നമ്മുടെ ജീവിതത്തിലും ഈ പാട്ടിലൂടെ നമ്മുടെ ജീവിതവുമായി വളരെ ബന്ധപ്പെട്ടതാണ്. ഈശോ നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് ആനന്ദം ഉണ്ടാവും. ദുഃഖിതനായി നമ്മൾ തളർന്നിരിക്കുമ്പോൾ സാന്ത്വനമായി നമ്മുടെ ഹൃദയത്തിൽ ഈശോ വരും. ഇത് എൻ്റെ മാത്രമല്ല എല്ലാവരുടെയും അനുഭവമാണ്. അപ്പോൾ തന്നെ പരിഹാസവാക്കുകൾ നമ്മൾ ആരിൽ നിന്നെല്ലാം കേട്ടോട്ടെ, നിന്ദനം ഏറ്റുവാങ്ങിക്കോട്ടെ, അവസാനം സ്വർഗരാജ്യം നമ്മളിൽ ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിലുള്ള ഒരുപാട് കാര്യങ്ങളിലേക്കുള്ളൊരു വെളിച്ചം പകരുന്ന അല്ലെങ്കിൽ ഒരു ഉൾക്കാഴ്ച എന്നൊക്കെ പറയാം അല്ലേ? അങ്ങനെ ഒരു പാട്ടാണ് ജോസേട്ടൻ എഴുതിയൊരു പാട്ടാണ്. അപ്പോൾ ഇത് എഴുതാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് ആരൊക്കെയാണ്? ഇപ്പോൾ നമ്മൾ വരികൾ പറഞ്ഞു കൊടുക്കുമ്പോൾ, മനസ്സിൽ വരുന്ന വരികൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കുറിച്ച് വെക്കുന്നത് ആരാ? കുറിച്ച് വെക്കാൻ പുറത്തുനിന്ന് ഇവിടെ സേവനം ചെയ്യാൻ വരുന്നവരെ കൊണ്ടാണ് ഞാൻ ഈ പാട്ട് എഴുതിച്ചത്. അപ്പോൾ ജോസേട്ടൻ്റെ ഇതുപോലുള്ള നല്ല നല്ല പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് നമുക്ക് ഇനിയും പറ്റട്ടെ. ഒരുപാട് നല്ല പാട്ടുകൾ ഇനിയും എഴുതണം കേട്ടോ. അപ്പോൾ ജോസേട്ടൻ്റെ നല്ല നല്ല വിശേഷങ്ങളൊക്കെ നമുക്ക് ഇനിയും കേൾക്കാം. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് ഒരു താങ്ക് യു പറയാമല്ലോ എല്ലാവർക്കും. എല്ലാ പ്രേക്ഷകർക്കും ഇവിടെ വന്ന് ഇത്രയും നേരവും ഇത് പാട്ട് എൻ്റെ ഈ ഗാനം പിടിപ്പിച്ച് തന്ന എല്ലാ സഹോദരന്മാർക്കും, അതുപോലെ തന്നെ അശ്വതി എന്നീ എല്ലാ സഹോദരന്മാർക്കും നന്ദി. ഇനിയും അതുപോലെ വല്ലപ്പോഴുമൊക്കെ അവസരം കിട്ടുമ്പം ഞങ്ങളെ കാണാൻ വരണം എന്ന്. തീർച്ചയായും ജോസേട്ടന് ഒരുപാട് നന്ദി.